نازنین ناز نکن در رو کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോടാ ചക്കര മക്കളെ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സെറ്റ് ആണോ? ഓക്കെ അല്ലടാ? ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓണപ്പരീക്ഷ. ഓണത്തിന് പരീക്ഷ ഉണ്ട്, പൂക്കളിടുന്ന ഓണത്തിന് പരീക്ഷ ഉണ്ട് അല്ലെ? എന്തിനാ പരീക്ഷ? പരീക്ഷയൊക്കെ വേണ്ടേ? പരീക്ഷയൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഉഷാറുണ്ടാവും അല്ലടാ മക്കളെ? അങ്ങനെയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണപരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. അറബിക്കിന്റെ ഒന്നാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണോ നിങ്ങൾ? റെഡി ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. സെറ്റ് അല്ലടാ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു നമ്പർ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് അല്ലെ? ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അവിടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റിലും ഒക്കെ നമ്മൾ ആ ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താലും മതി. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ജോയിൻ ചെയ്യാം. സെറ്റ് ആണല്ലേ? അപ്പൊ നേരെ നമ്മൾ തുടങ്ങാനാണ് മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് വന്നവരൊക്കെ ഓരോ ലൈക്ക് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ ഓരോ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാം ക്ലാസ്സിന്റെ ഈ ഒരു അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, എല്ലാ പരീക്ഷയുടെയും എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് കാണാണ്ട് പരീക്ഷയ്ക്ക് പോകരുതേ. ഇമ്പോർട്ടന്റ് പാർട്സ് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് എന്തായാലും നിങ്ങൾ കാണണം, സെറ്റ് ആക്കണം, അടിപൊളിയാക്കണം, ഉഷാറാക്കണം. നേരെ നമ്മൾ പോവാണ്. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ് ചക്കര മക്കളെ. ഹായ് പറയുന്നുണ്ട്, ആരൊക്കെയോ ഹായ് പറയുന്നുണ്ട്. നസീമ നസിയും അജ്ലബാണ് അല്ലെ? അജ്ലബ് ഉണ്ട്. എന്താടാ പേര്? ബിജു ജേക്കബിന്റെ പേരെന്താ? മലയാളത്തിൽ പറയും, എനിക്ക് വായിക്കാൻ കഴിയില്ല. റിയാന്നാണോ? സുഖമാണോ എന്നാണോ? സുഖാണ്, നല്ല സുഖമാണ്. റെഡി, സെറ്റ് ആണ്. പോട്ടെ, അടുത്ത പേജിലേക്ക് പോകട്ടെ. നമ്മൾ പോകാണ്. അടുത്ത പേജ് നോക്കാൻ പോകാണ്. നിങ്ങൾ എല്ലാരും സെറ്റ് അല്ലേ? പാട്ടൊക്കെ ഉണ്ട്. കുക്കുറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, കുറെ പാട്ടുണ്ട്. സെറ്റ് അല്ലേ? റെഡി, നേരെ നമ്മൾ പോവാണ്. ആരൊക്കെയോ ഹായ് പറയുന്നുണ്ട്. പേരൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. നിങ്ങളെ ഓരോ ആൾക്കാരെ പേര് പറഞ്ഞോ. ഞാൻ ഇവിടെ അങ്ങനെ പേര് വായിക്കില്ല ലൈവില്. സെറ്റ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയാണ്. കൂടുതൽ ലാഗാക്കുന്നില്ല. നമുക്ക് കിടന്നുറങ്ങണം അല്ലെ? നാളെ സ്കൂളിൽ പോകാനുള്ളതാണ്, കിടന്നുറങ്ങണം. പിന്നെ പരീക്ഷക്ക് പോകാനുണ്ട് അല്ലെ? അടുത്ത ആഴ്ച പരീക്ഷക്ക് പോകണ്ടേ? അടുത്ത ആഴ്ച ഒന്നും പറയാനില്ല. വെള്ളിയാഴ്ച മുതൽ പരീക്ഷ തുടങ്ങുകയാണ്. തെറ്റാണ്. ഓക്കെ, റെഡി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഒന്നാം ക്ലാസ്സിന്റെ അറബി അല്ലെ? ഇവിടെ നോക്കടാ നിങ്ങള്. ഇവിടെ നമ്മളോട് കളർ ചെയ്യാൻ വേണ്ടി പറയാം. ഇവിടെ ഇത് നോക്കൂ. ഇത് റാഇന് നമ്മള് റെഡ് കളർ കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റാഇന് നമുക്ക് റെഡ് കളർ കൊടുക്കാം അല്ലെ? റെഡ് കളർ റാഇന് കൊടുക്കാം. ഇത് റാ ആണ് അല്ലെ? കളർ കൊടുക്കുന്നത് ഏതാ? ഇത്. ഓക്കെ, ഇത് റാ ആണ്. റാഇന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ റെഡ് കളർ കൊടുത്തു. ഇവിടെ റാ ഉണ്ട്, അതിന് റെഡ് കളർ കൊടുക്കുന്നു അല്ലെ? കാണുന്നില്ലടാ മക്കളെ? അതേപോലെ തന്നെ ഇവിടെ ഇതാ റാഇന് കളർ കൊണ്ടോണേ. എക്സാമിന് പോകുമ്പോ എന്തായാലും പരീക്ഷക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. റെഡി. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് അല്ലെ? ഇവിടെ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇതിന് നമ്മൾ കളർ കൊടുത്തു. റാ ഇനി ഉണ്ടോടാ? ഇനി നിങ്ങൾ റാ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്ര റാ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ഇവിടെ ചെറിയൊരു പോയിന്റ് കൊടുക്കാണ്ട് അല്ലെ? ഇത്ര റായേ ഉള്ളൂ. റെഡി. ആരൊക്കെയോ പേര് റിഷാൻ ഉണ്ട്. നല്ല പാട്ടാണല്ലേ? എനിക്ക് ഭയങ്കര പാട്ടാണ്. എന്റെ പാട്ടുണ്ടല്ലോ, പാട്ടറിയാം. റെഡി. ഇനി അടുത്ത് താഇന് ബ്ലൂ കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബ്ലൂ നോക്കാം നമുക്ക്. ബ്ലൂ എവിടെ? ബ്ലൂ എടുക്കാം. താഇന് ബ്ലൂ കളർ കൊടുക്കാനാ പറയുന്നത്. താഇന് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ക്രയോൺ വെച്ചിട്ട് കളർ കൊടുക്കണേടാ മക്കളെ. ഇതേപോലെ പരീക്ഷ കളർ കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. ഇവിടെ താ ഉണ്ട്, ഇവിടെ താ ഉണ്ട്. താഇന് നമ്മൾ ബ്ലൂ കളർ കൊടുക്കുകയാണ്. റെഡി. ബ്ലൂ കളർ കൊടുക്കുകയാണ്. റെഡി. ഇത് ഇവിടെയും കൂടി താ ഉണ്ട്. താഇന് ബ്ലൂ കളർ കൊടുത്തു അല്ലെ? ഇനി അടുത്തത് ബാഇന് നമ്മളോട് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബാഇന് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ബാഇന് നമ്മൾ യെല്ലോ കളർ. ഇവിടെ ഒരു ബാ ഉണ്ട്. ഈ ബാഇന് നമ്മൾ യെല്ലോ കളർ. നിങ്ങൾ നല്ല ഉഷാറായിട്ട് കൊടുക്കൂലടാ? നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കൊടുക്കൂലേ? എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെല്ലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാഇന് യെല്ലോ കളർ. ഇങ്ങനെയാ നമ്മൾ ചെയ്യുക പരീക്ഷ എക്സാമിന്. ഇങ്ങനെയാ ചെയ്യുക കേട്ടോ. ക്രയോൺസ് എന്തായാലും കൊണ്ടുപോണേ. ക്രയോൺസ് കൊണ്ടുപോയാൽ മതി കേട്ടോ. വേറെ ഒന്നും കൊണ്ടുപോണ്ട. സ്കെച്ചൊന്നും കൊണ്ടുപോണ്ട. ബാക്കിലൊക്കെ ആകെ പിന്നെ എന്താ പറയാ, ചീത്തയാകും. ബാക്കിലൊക്കെ പെരങ്ങി ആകെ ചീത്തയായി പേപ്പറൊക്കെ കീറിപ്പോവും.
അവിടെ എന്ത് കൊണ്ടുപോയാൽ മതി? സ്കെച്ച് കൊണ്ടുപോകണ്ട, ക്രയോൺസ് കൊണ്ടുപോയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ കളർ കൊടുത്തു. ഇനി ആകെ നമുക്ക് അലിഫാ ഉള്ളത്. അലിഫിന് നമ്മളോട് ബ്രൗൺ കളർ കൊടുക്കാൻ വേണ്ടി പറയാം. ബ്രൗൺ എവിടെടാ? ഇതിലൊരു ബ്രൗൺ കാണുന്നില്ലല്ലോടാ. ബ്രൗൺ എവിടെ? ബ്രൗൺ നമുക്ക് ഇതിന്ന് പിക്ക് ചെയ്യാം അല്ലെ. ബ്രൗൺ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ബ്രൗൺ എന്ത് ചെയ്യാം? ബ്രൗൺ ഇവിടെ ബ്രൗൺ കൊടുക്കാനാ പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രൗൺ കൊടുക്കുന്നു. സെറ്റാണോ? സെറ്റാണോ? റെഡി അല്ലടാ? റെഡി അല്ലേ? ഇവിടെ ബ്രൗൺ 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 വരട്ടെ. ബ്രൗൺ 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 അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ബ്രൗൺ കൊടുത്തു. ഇവിടെ നമ്മൾ ബാക്കിയുള്ള കളറുകളൊക്കെ കറക്റ്റ് കൊടുത്തു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇങ്ങനെ നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഫുൾ മാർക്ക് കിട്ടാനായിട്ടില്ല, ഇതിന്റെ പേരും കൂടെ ഉണ്ട്. ഇവിടെ നോക്ക് നിങ്ങൾ, മക്കുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മക്കുൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ ആണോ സി ആണോ എഴുതുക? സ ആണോ എഴുതുക? സു ആണോ എഴുതുക? ഏതാണ് എഴുതുക? സ ആണോ സി ആണോ സു ആണോ? ഫിഷിന് നമ്മൾ അറബിയിൽ എന്താ പറയാന്നുള്ളതാണ്. ഫിഷിന് നമ്മൾ അറബിയിൽ എന്താ പറയാന്നുള്ളതാണ് നമുക്ക് എഴുതി കൊടുക്കാം. ഫിഷിന് നമ്മൾ അറബിയില് അല്ലെ സമക്കുൻ എന്നാണ് പറയാ. സ ആണ് ഇവിടെ വരിക, ഇതാണ് ഇവിടെ വരിക അല്ലെ. ഈ സിമ്പിൾ അല്ലേ? നമുക്ക് അറിയാം ഇതൊക്കെ. ഞാൻ ഇമ്പോർട്ടന്റ് വേർഡ്സ് എന്ന് പറയുന്ന അറബിക്കിന്റെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ. അത് എന്തായാലും കാണണേ, മറന്നു പോകരുതേ. കെട്ടടാ മക്കളെ, സെറ്റ് ആണ്. ഉഷാറാക്കും. ഫുൾ മാർക്ക് വാങ്ങട്ടെ നമുക്ക്. നിങ്ങൾ സെറ്റ് ആയത് ഫുൾ മാർക്ക് വാങ്ങട്ടോ. റെഡി? ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്ക്, സ്വാദ് അല്ലെ. ഇവിടെ സ്വാദ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കാഫും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിന് നേരെ ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നോക്കാം നമുക്ക്. സ്വാദ, ഇത് സ്വാദാണ്. പിന്നെയോ? പിന്നെ ഇതുണ്ടോ? പിന്നെ സ്വാദനുണ്ടോ? ഇല്ല. ഇനി ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം അല്ലെ. ഇതിൽ സ്വന്തക്കല് സ്വാദുണ്ട്, ഷോബിയുല് സ്വാദുണ്ട് ഇല്ലേ. റെഡി? ഇനി കാഫിൻ്റെതാടാ മക്കളെ. കാഫിൻ്റെത് എന്ത് ചെയ്യാം നമുക്ക്? കാഫിന്റെ നോക്ക്, ഇതാ കൗന് ഇവിടെ വരച്ചു കൊടുത്തു. ഇവിടെ കൂബില് വരച്ചു കൊടുക്കുക, ദീക്കില് വരച്ചു കൊടുക്കുക അല്ലെ. റെഡിയാണോ? 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 ഇതേപോലെ നമുക്ക് പരീക്ഷയ്ക്ക് വരൂടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കാൻ. ആരാ? സോഹനാണോ? സോഹൻ ഉണ്ട്. സോഹൻ അഫ്താബ് എന്തൊക്കെയാ പേര് വിളിച്ചു. ഹായ് ഹായ് ഹായ്. ക്ലിയർ പോകുന്നുണ്ടോ? എന്ത് ക്ലിയർ ആ പോകുന്നേ? റെഡി അല്ലേ? സെറ്റ് അല്ലേടാ? സൗണ്ട് ഒക്കെ റെഡി അല്ലേടാ? സൗണ്ട് ഒക്കെ റെഡി അല്ലേ? ഓക്കെ, റെഡി. അവിടെ എടാ വന്നവരൊക്കെ ഓരോ ലൈക്ക് ഇടണേ. എല്ലാവരും ഓരോ ലൈക്ക് ഇടണേ. വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ വീഡിയോന്റെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ആ ലൈക്ക് ഇടാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തവർക്കായിരിക്കും മാത്രമായിരിക്കും ഇതിൽ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, സെറ്റ് ആക്കണം. റെഡി? അപ്പൊ ഇമ്പോർട്ടന്റ് വേർഡ്സ് എന്തായാലും വേണം, അത് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. അത് പഠിച്ചോളൂ. അത് പഠിച്ചാൽ പരീക്ഷയ്ക്ക് സെറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, റെഡി, സെറ്റ്. നമ്മൾ നേരെ പോവാണ്. നമ്മൾ എങ്ങോട്ടാ പോവാണ്? മൂന്നാമത്തെ ചോദ്യം നോക്കാനേ. ഇവിടെ നോക്കാം എന്താ ചോദ്യം എന്നുള്ളത്. റെഡി? നോക്കൂ. അൻവറിന്റെ പുതിയ വീടിന്റെ കയറി താമസമായിരുന്നു അന്ന്. അന്നായിരിക്കും അല്ലെ. തന്റെ കൂട്ടുകാരെ എല്ലാം അൻവർ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അൻവർ തന്റെ കുടുംബാംഗങ്ങളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. തന്റെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആദ്യമായിട്ട് ഇയാളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇയാൾ ആരാണ്? പിന്നെ പരിചയപ്പെടുത്തുന്നത് ഇയാളെയാണ്. ഇയാളാരാണ്? നമുക്കറിയാം. പിന്നെ പരിചയപ്പെടുത്തുന്നത് ഇയാളെയാണ്. പിന്നെ പരിചയപ്പെടുത്തുന്നത് ഇയാളെയാണ് അല്ലെ. നമുക്കറിയാം. നമ്മൾ ആകെ പഠിച്ചത് അബ് അല്ലെ, പിന്നെ അഹ്, പിന്നെ ഉമ്മ്, പിന്നെ ഉഖ്ത്. ഇതാണ് നമ്മൾ ആകെ പഠിച്ചത്. 4 ആൾക്കാർ. അബ്, പിന്നെ അതേപോലെ തന്നെ ഉമ്മ, അഹ്, ഉഖ്ത്. ഇത് എന്തായാലും നമ്മൾ പഠിക്കണം. നിർബന്ധം. പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ ഒന്നാമതായിട്ട് ആളെ പരിചയപ്പെടുത്തുന്നത് ആരാണ്? നമുക്ക് നോക്കാം. ഇതാരാണ്? ഇത് അബാണ്. ഇത് ഫാദർ ആണ് അല്ലെ. ഇത് ഫാദർ ആണ്. ഫാദർ നമ്മൾ അബ് എന്നാണ് മക്കളെ പറയാം അല്ലെ. അബ് എന്നാണ് പറയാം. ഓക്കെ, ആരെ പേരാണ്? സോഹൻ വിളിച്ചല്ലോ. അഫ്താബെ വിളിച്ച്. സോഹൻ അഫ്താബ് എന്നെ പേര് വിളിച്ച്. സെറ്റ്. റെഡി? അപ്പൊ ഇത് ഫാദറാണ്. ഇതേ സെയിം സാധനം പരീക്ഷയ്ക്ക് വരും ഉറപ്പാണ്. ഇതേ സെയിം സാധനം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അബ്, ഉമ്മ്, അഹ്, ഉഖ്ത്. ഈ സാധനം എന്തായാലും പഠിക്കണം, നിർബന്ധമാണ്. ഇത് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ എണ്ണങ്ങളും ഒക്കെ നോക്കാം. നമുക്ക് വരാം, അതൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്തത് ഇവരെ പരിചയപ്പെടുത്താണ്. ഇതാരാ? നമുക്കറിയാം. ഇത് മദർ ആണ് അല്ലെ. മദറിന് എന്താ നമ്മൾ പറയാ? ഉമ്മ എന്നാണ് പറയാ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? മുകളിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ എഴുതി, ഉമ്മ എഴുതി അല്ലെ. എല്ലാം നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മുകളിലും അവിടെ സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരും. അവിടുന്ന് നോക്കുക, ആടുന്ന് അതിനെങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ട് എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മതി. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂലേ? അത് നിങ്ങൾക്ക് പറ്റൂ. ഇല്ലടാ മക്കളെ, പറ്റൂലേ? സെറ്റ്. അപ്പൊ നോക്കൂ, ഇത് നമ്മൾ ഫാദർ ഹാദ അബ് അല്ലെ. ഹാദ അബ് എന്ന് പറഞ്ഞു. ഹാദിഹി ഉമ്മ അല്ലെ. ഹാദിഹി ഉമ്മ. ആരാടാ? നസ്ബ മിഷബെ. ഹായ്ഡാ. വിളിച്ചു. ഞാൻ കണ്ടു. നസ്ബ
നെസ്ബ മിസ്ഹബ് ഹായ്ടാ ഹായ് 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 നെസ്ബ മോൾ റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാടാ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യമല്ല, ഈ ചോദ്യത്തിൽ തന്നെ നോക്കൂ. ഇവിടെ ഒരാളെ കാണുന്നുണ്ടേ. ഇയാളാരാ? ഇവനാരാ? ഇതാരാ? നോക്ക്, ചെറിയൊരാളല്ലേ, അഹ് അല്ലേ, സഹോദരനാണ്, ബ്രദറാണ്. ഇതാരാ? ഇത് ബ്രദറാണ് അല്ലെ, ബ്രദറാണ്. ഇവിടെ എന്താ നമ്മൾ എഴുതുന്നത്? അഹ് അല്ലെ. ആരായത്? അഹ് അല്ലെ, അഹാണ്. അങ്ങനെയാണെങ്കിൽ ഇതാരായിരിക്കും? ഒരു ബോളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാൾ. ആരാ? സിസ്റ്റർ ആണ്. ആരാണിത്? സിസ്റ്റർ ആണ്. സിസ്റ്റർ നമ്മൾ അറബിയിൽ എന്താ പറയുന്നേ? നോക്കൂ, ഇവിടെ നമ്മൾ ഇതാ അഹ് കൊടുത്തു, പിന്നെ എന്താ ഉഖ്ത്. ഇവിടെ നോക്കി ഇങ്ങോട്ട് എഴുതിയാൽ മതി. നമുക്ക് എഴുതുമ്പോ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, നമുക്ക് അക്ഷരങ്ങൾ ഏതാണോ അതാണോ ഇതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് എഴുതാം അല്ലെ. എല്ലാ ഉത്തരങ്ങളും എന്തുണ്ടാവും മുകളിൽ. ഇതാ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നോക്കുക, താഴോട്ട് അങ്ങോട്ട് എഴുതുക. സിമ്പിൾ അല്ലടാ. ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുതടാ മക്കളെ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ എണ്ണം വരുമെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ എണ്ണം വന്നിട്ടുണ്ട്. നോക്ക്, വാഹിദ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്നാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സലാസ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാഹിദ് നമുക്കറിയാം, ഒന്നിനാണ് വാഹിദ് എന്ന് പറയാ. ഇസ്നാൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനാണ് ഇസ്നാൻ എന്ന് പറയാ. സലാസ എന്ന് പറഞ്ഞാൽ മൂന്നാണ്. ഇത് നമുക്ക് അറിയാം അല്ലെ, ഇത് നമുക്ക് അറിയാം. സെറ്റാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇസ്നാൻ എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയും കൊടുത്തിട്ടുണ്ട്, ഇസ്നാനി എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എണ്ണ കൗണ്ട് ചെയ്തേ? 1 അല്ലേ, വാഹിദ്. ഇതോ വാഹിദ്, ഇസ്നാനി, സലാസ. ഇതോ വാഹിദ്, ഇസ്നാൻ. ഇതോ വാഹിദ്. ഒന്നേ ഉള്ളൂ അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി എഴുതിയാൽ മാത്രം മതി, നിങ്ങൾ അങ്ങോട്ടും പോകണ്ട അല്ലെ. അപ്പൊ ഇവിടെ സലാസ, ഇവിടെ വാഹിദ് എന്നാണ് എഴുതേണ്ടത്. വാഹിദ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, വാഹിദ് ഇല്ല, ഇതാ ഇവിടെ വാഹിദ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുന്നു, നമ്മൾ മുകളിലേക്ക് എഴുതുന്നു വാഹിദ് അല്ലെ. ഇങ്ങനെ വാഹിദ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് സലാസ അല്ലെ. വാഹിദ്, ഇസ്നാൻ അല്ലെ. വാഹിദ്, ഇസ്നാൻ, സലാസ അല്ലെ. സലാസ ഇവിടെ ഓൾറെഡി സലാസ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടടാ. ഇനി നമ്മൾ സലാസയുടെ അക്കം എഴുതിയാൽ മതി. അക്ഷരത്തിൽ സലാസ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. മക്കൾ അക്ഷരത്തിലും എഴുതി പഠിക്കണം, അതേപോലെ തന്നെ അക്കത്തിലും എഴുതി പഠിക്കണേ കേട്ടോ. സലാസ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി അക്കത്തിൽ നോക്ക്, ഇതാണോ സലാസ? ഇത് സലാസയാണോ? അല്ല, ഇത് ഇസ്നാനിയാണ് അല്ലെ. ഇത് സലാസയാണോ? അല്ല, അത് സലാസയല്ല, ഇത് വാഹിദാണ് അല്ലെ. ഇത് സലാസയാണോ? സലാസയായിരിക്കും അല്ലെ. ഇത് സലാസയാണ് അല്ലെ. മൂന്നിനെ പോലെ തോന്നുന്നുണ്ട്, സലാസയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ നമ്മള്? ഇവിടെ സലാസ അല്ലെ എഴുതി കൊടുത്ത്. ഇനി അടുത്ത നോക്ക്, ഇത് എത്ര കൗണ്ട് ചെയ്തത്? 1 2 അല്ലെ. വാഹിദ്, ഇസ്നാൻ അല്ലെ. അപ്പൊ നമുക്ക് ഇസ്നാൻ എന്ന് എഴുതി കൊടുക്കാം. എവിടെ നോക്കി എഴുതാം? താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഇസ്നാൻ. ഇതെന്ത് ചെയ്യാ? എവിടെയൊക്കെ നോക്കി എഴുതുക. ഇസ്നാൻ അല്ലെ, ഇസ്നാനി അല്ലെ, ഇസ്നാൻ അല്ലെ, ഇസ്നാനി എന്ന് എഴുതി കൊടുക്കുന്നു അല്ലെ. ഇതിൽ ഏതാ ഇസ്നാനിയടാ? ഇതാണോ? യെസ്, അതാണ്. എഴുതി കൊടുക്കുന്നു, അതാണ് ഇസ്നാൻ അല്ലെ. ഇസ്നാൻ നമ്മൾ എഴുതി കൊടുത്തു. ഇനി അടുത്ത നോക്കടാ. ഇത് നോക്കൂ, ഇതെന്താ? ഇത് ഒറ്റ ഒരുത്തരേ ഉള്ളൂ അല്ലെ. പാവം ഒരാള് മാത്രം നിൽക്കുകയാണ്. ഇതാരാ അല്ലെ. ഇത് നംല് ആൻഡിലെ ഉറുമ്പാണ് അല്ലെ. ഇത് വാഹിദ്, ഒന്ന്. വാഹിദ് എവിടെ? ഇതാ വാഹിദ്. അക്കത്തിൽ എങ്ങനെ എഴുതുക? ഇങ്ങനെ തന്നെ അക്കത്തിൽ എഴുതല്ലേ. നമുക്ക് എഴുതി കൊടുക്കാം വാഹിദ് അല്ലെ. വാഹിദ്, ഒന്ന് എഴുതി കൊടുക്കുക. സിമ്പിൾ ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ട്, സിമ്പിൾ ആണ്. ഓക്കെ ആണോടാ മക്കളെ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇതേപോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് എഴുതിക്കൂടെ? നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ ഈ അറബി മാത്രമല്ല കേട്ടോ, എല്ലാ വിഷയത്തിന്റെയും ഇമ്പോർട്ടന്റ് വേർഡ്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാണണേ, അറബിക്കിന്റെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തായിട്ട് പോയിട്ട് കാണണം, മറന്നുട്ടോ. എന്തായിട്ട് പോയിട്ട് കാണണേ, സെറ്റ് ആക്കണേ, ഫുൾ മാർക്ക് വാങ്ങണേ. അറബി ഈസിയാ, അറബി ഇതല്ല, എല്ലാ വിഷയവും ഈസിയാ കേട്ടോ. സെറ്റ് വാങ്ങണേ. ഓക്കേടാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം.
അടുത്ത ചോദ്യം നോക്കാം നമുക്ക് അല്ലെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ 5ാമത്തെ ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ. 5ാമത്തെ ചോദ്യം നോക്കൂ. 5ാമത്തെ ചോദ്യത്തില് എന്താണ്, ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇതേപോലെയുള്ള സാധനങ്ങൾ നമുക്ക് ചോദ്യം ചോദിക്കും വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാ നമ്മൾ എഴുതി കൊടുക്കുന്നത്, നോക്കാം നമുക്ക് അല്ലെ. നോക്കാം. റെഡി. അപ്പൊ ഇവിടെ തമ്പ്ര കൊടുത്തിട്ടുണ്ട്. തമ്പ്ര നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ. എവിടെയാ? ഇതാ തമ്പ്ര. പിന്നെ രണ്ടാമത് എഴുതിയത് ബബായയാണ്. ബബായ എവിടെ? ഇതാ ബബായ അല്ലെ. പിന്നെ ബിർക്ക ഓൾറെഡി അവർ വരച്ചിട്ടുണ്ട്, ബിർക്ക. പിന്നെ ഏതാ? അനാനാസ്. ഇതാണ് അനാനാസ് അല്ലെ. പിന്നെയോ ബുൽബുൽ. ഇതാണ് ബുൽബുല് അല്ലെ. സെറ്റാണോ? ഇത് ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? അനാനാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബുൽബുൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡിയല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇതേപോലെ പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഇതേപോലെ എക്സാമിന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ആക്കിയിട്ട് പഠിക്കണം. ഓക്കെ റെഡി. ഈ ചിത്രങ്ങൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സുകളുടെ പേര് പഠിക്കുന്നുണ്ട്, കുറച്ച് മൃഗങ്ങളുടെ പേര് പഠിക്കുന്നുണ്ട്, കുറച്ച് പിന്നെന്താ പഠിക്കുന്നത്, കുറച്ച് പക്ഷികളുടെ പേര് പഠിക്കുന്നുണ്ട്, പിന്നെ എണ്ണവും പഠിക്കുന്നുണ്ട്. ഇതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അതങ്ങോട്ട് പഠിച്ചേക്ക് കേട്ടോ. ഇതേപോലെ വന്ന് നമുക്ക് എഴുതി കൊടുത്തൂടെ. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടാൻ വേണ്ടി പറയാണ് നമ്മളോട്. ഹയ്യാനോരിച്ചിത് അല്ലെ. ഇവിടെ നോക്കൂ. ബിർക്ക മാ അജ്മലഹ ഡേഷ് മാ അഹ്സനഹ ബൈത്തുൻ മാ അജ്മലഹു ഡേഷ് മാ അഹ്സനഹു. ഇവിടെ എന്താ എഴുതാറുണ്ടെന്ന് അറിയാവോ? ബിർക്ക. അത് തന്നെ ബിർക്ക കേട്ടോ. ഇതിങ്ങനെ എഴുതി കൊടുക്ക. ബിർക്ക മാ അഹ്സന കേട്ടോ. ബൈത്തുൻ ഇവിടെ അങ്ങനെ തന്നെ ബൈത്തുൻ എഴുതി കൊടുക്കുക. സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യങ്ങളല്ലടാ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കൂടെ? ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ തപ്പിയൊക്കെ കിട്ടുട്ടോ. ഷമീൽ തറോൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കിട്ടും. ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. എന്നൊക്കെ ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. സെറ്റ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും ബൈ. ചാച്ച. ഓക്കെ. ഗുഡ് നൈറ്റ്.